നമസ്കാരം. കെ സുധാകരൻ എന്ത് ഇമ്പാക്റ്റാണ് ഈ തെരഞ്ഞെടുപ്പിൽ സൃഷ്ടിക്കാൻ സാധ്യതയുള്ളത്? രാഷ്ട്രീയ ലോകം വളരെ ഗൗരവമായി തന്നെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? കോൺഗ്രസിനെ ഏതാണ്ട് 48 മണിക്കൂർ മുൾമുനയിൽ നിർത്തിയ നാടകമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ ജനങ്ങളെ മുഴുവനും ആകാംക്ഷയിൽ നിർത്തിയിരുന്ന കാര്യം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലും വൈകിക്കുന്നതിൽ നിർണായകമായ ഇടപെടലാണ് കെ സുധാകരൻ നടത്തിയത്. ഒരു ഘട്ടത്തിൽ കെ സുധാകരൻ ഹൈക്കമാൻഡും അതേപോലെ തന്നെ പാർട്ടി നേതൃത്വമായിട്ട് തെറ്റുകയും സുധാകരൻ പറഞ്ഞു, എനിക്ക് എൻ്റെ വഴി, പാർട്ടിക്ക് പാർട്ടിയുടെ വഴി എന്ന് പറഞ്ഞു. പക്ഷേ അതെല്ലാം പെട്ടെന്ന് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എ കെ ആൻ്റണി വിളിച്ച് കെ സുധാകരനുമായിട്ട് സംസാരിച്ചതോടുകൂടി അതിന് വലിയ മാറ്റം വന്നു എന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. എ കെ ആൻ്റണി കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കാരണവർ സ്ഥാനമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. മാത്രമല്ല, രാഷ്ട്രീയം എന്താണ് എന്ന് വളരെ നന്നായിട്ട് അറിയാവുന്നൊരു വ്യക്തിയുമാണ്. അദ്ദേഹം സംസാരിക്കുമ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ വ്യതിചലനങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ടുള്ള രീതിയിൽ സുധാകരന് പറഞ്ഞു കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുധാകരൻ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് സുധാകരനോട് എ കെ ആൻ്റണി പറഞ്ഞ് മനസ്സിലാക്കിയെന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സുധാകരൻ പാർട്ടിയിലേക്ക് വരുന്ന സമയത്ത് അവിടെ അതുവരെ കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന രാമകൃഷ്ണൻ അനുഭവിച്ച പ്രശ്നം, അതിൻ്റെ ഫലം അത് കൃത്യമായിട്ട് സുധാകരനെ ആൻ്റണി പറഞ്ഞു കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതേപോലെ ഒരു പത്രസമ്മേളനം രാമകൃഷ്ണൻ വിളിക്കാനായിട്ട് തീരുമാനിക്കുകയും രാമകൃഷ്ണൻ പത്രസമ്മേളനം വിളിക്കുകയും ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയും ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് ഇടതുപക്ഷം പിന്തുണ നൽകുകയും ചെയ്തു. സുധാകരനെതിരായിരുന്നു മത്സരം. പക്ഷേ സുധാകരനാണ് അന്ന് വിജയിച്ചത്. രാമകൃഷ്ണൻ്റെ രാഷ്ട്രീയ ജീവിതം അതോടുകൂടി അവസാനിക്കുകയാണ് ചെയ്തത്. ഇവിടെ കെ സുധാകരൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്നതിനുള്ള ആരംഭമായിരിക്കും പത്രസമ്മേളനവും അതുപോലെ തന്നെ പാർട്ടിക്കെതിരെ വിമത സ്ഥാനാർത്ഥിയോ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നതെന്ന് ആൻ്റണി കൃത്യമായിട്ട് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പിന്നീട് പറഞ്ഞത്, ഞാൻ വളരെ ചെറുതാണ്, പാർട്ടി എത്രയോ വലുതാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ പാർട്ടിക്ക് വിധേയനായിട്ട് അദ്ദേഹം പ്രവർത്തിക്കാനായിട്ട് തീരുമാനിക്കുന്നു. ആ തീരുമാനം പക്ഷേ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തിന് നിർവഹിക്കാനായിട്ട് കഴിയും, അതൊരിക്കലും ആർക്കും ഉറപ്പില്ലാത്ത കാര്യമാണ്. കാരണം അതിനുശേഷം പിന്നീട് അദ്ദേഹം ടെലിവിഷനുകൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ അദ്ദേഹത്തോട് ടെലിവിഷൻ അവതാരകർ ചോദിച്ചു, പിണറായി വിജയന് മൂന്നാം ഊഴം ഉണ്ടാകുകയില്ലേ എന്നെനിക്ക് പറയാൻ കഴിയില്ല എന്നാണ് സുധാകരൻ പറഞ്ഞത്. എന്താണ് കാരണം? ഉണ്ടാകില്ലെന്ന് പറയാനുള്ള തെളിവ് എൻ്റെ കയ്യിലില്ല എന്നാണ് സുധാകരൻ പ്രഖ്യാപിച്ചത്. എന്നുവെച്ചാൽ സുധാകരൻ്റെ മനസ്സ് നമ്മൾ വായിക്കേണ്ടത് അങ്ങനെയാണ്. സുധാകരൻ പാർട്ടി നേതൃത്വമായിട്ട് പിണങ്ങി എന്നുള്ളത് ശരിയാണ്. ആ പിണക്കം പൂർണ്ണമായിട്ടുള്ള രീതിയിൽ മാറിയിട്ടില്ല, ഇണങ്ങിയിട്ടില്ല. കാരണം പലതാണ്. സുധാകരൻ എന്തിനാണ് യുദ്ധം ചെയ്തതെന്ന് ചോദിച്ചാൽ സുധാകരന് പുറത്തേക്ക് പറയാനുള്ള കാരണം ഇതാണ്, ഞാൻ മുഖ്യമന്ത്രിയാകുന്നതിന് വേണ്ടിയിട്ടല്ല മത്സരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഈ പ്രതിഷേധങ്ങളെല്ലാം അവതരിപ്പിക്കാൻ തന്നെ കാരണം എൻ്റെ അനുകൂലികളായ, ഞാൻ നിർദ്ദേശിക്കുന്നതായിട്ടുള്ള വ്യക്തികൾക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയില്ല എന്നുള്ളതാണ്. എൻ്റെ കൂടെ നിൽക്കുന്നവർക്കൊപ്പം സ്ഥാനാർത്ഥികൾക്ക് അവരെ സ്ഥാനാർത്ഥികളായി വരാൻ ഞാൻ ആഗ്രഹിക്കുകയും അത് നടപ്പിലാക്കാൻ പരിശ്രമിക്കുകയും ചെയ്തു. പക്ഷേ പരാജയപ്പെട്ടു പോയി. കാരണം ആദ്യത്തെ 55 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന സമയത്ത് അതിൽ ബഹുഭൂരിപക്ഷം സ്ഥാനാർത്ഥികളും കെ സി വേണുഗോപാൽ പറയുന്നത് കേൾക്കുന്ന ആളുകളായിരുന്നു. പാർട്ടിയെ കെ സി കയ്യിലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് സുധാകരന് മനസ്സിലായി. അതുകൊണ്ടൊരു അവസാന ശ്രമം എന്ന നിലക്ക് കുതർന്ന് നടത്തുകയും കണ്ണൂരിൽ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട റെജി മാക്വിറ്റിയെ സ്ഥാനാർത്ഥിയാക്കണം എന്നാണ് പറഞ്ഞത്. റെജി മാക്വിറ്റിയെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി ഉള്ള പരിശ്രമം പരാജയപ്പെട്ടു. ഷമ മുഹമ്മദിനെ സ്ഥാനാർത്ഥിത്വം കൊടുക്കണമെന്ന് പറഞ്ഞ് അതൊക്കെ പരാജയപ്പെട്ടു. അങ്ങനെ സുധാകരൻ ആഗ്രഹിച്ചതായ ആളുകൾക്ക് ആർക്കും തന്നെ സ്ഥാനാർത്ഥിത്വം ലഭിച്ചില്ല എന്നുള്ളതാണ് പ്രശ്നം.
അതിനുള്ള പ്രതിഷേധമാണ് അതിശക്തമായിട്ട് യഥാർത്ഥത്തിൽ കെ സുധാകരൻ കാണിച്ചെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഞാൻ വിചാരിച്ചിട്ടാണ് KPCCയുടെ പ്രസിഡൻ്റായിട്ട് യഥാർത്ഥത്തിൽ എൻ്റെ അനുയായി എന്ന നിലക്ക് തന്നെയാണ് അദ്ദേഹം വരുന്നത്. പക്ഷേ അദ്ദേഹം ഒരിക്കലും എന്നോട് നീതി കാണിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെതിരായിട്ടുള്ള ഒളിയമ്പായിട്ടാണ് നമ്മളതിനെ കണക്കാക്കുന്നത്. സുധാകരനെ ഇടഞ്ഞാൽ, സുധാകരനൊരു അനിഷ്ടമുണ്ടെങ്കിൽ അത് പേരാവൂരിൽ പ്രതിഫലിക്കില്ലേ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. കാരണം അവിടുത്തെ മത്സരം എന്ന് പറഞ്ഞാൽ വളരെ ശക്തമാണ്. CPM സീറ്റ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടും മറ്റുള്ളവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒതുക്കുന്നതിന് വേണ്ടിയിട്ടും ശൈലജ ടീച്ചറെ പേരാവൂർക്ക് പറഞ്ഞയച്ചിരിക്കുക. പേരാവൂർക്ക് പോവാം ശൈലജ ടീച്ചർ, കാരണം പേരാവൂരിൽ നിന്ന് ജയിച്ച ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. അതുകൊണ്ട് ശൈലജ ടീച്ചർ അങ്ങോട്ട് ചെന്ന് സണ്ണി ജോസഫുമായിട്ട് മത്സരിക്കുന്ന സമയത്ത് ആര് ജയിക്കും എന്നുള്ള കാര്യത്തിൽ അത്ര ഉറപ്പൊന്നും ആർക്കും പറയാനായിട്ട് കഴിയില്ല. അതിനിടയിലാണ് സുധാകരൻ്റെ ഫാക്ടർ അല്ലെങ്കിൽ സുധാകര ഘടകം എന്ന് പറയുന്ന സാധനം അവിടെ എങ്ങനെ ഇടപെടും എന്ന് ഒന്ന് നമുക്ക് നോക്കാവുന്നതാണ്. അങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ സണ്ണി ജോസഫ് തോറ്റുപോകും. അതുപോലെ കണ്ണൂരിലും ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള മോഹനൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. എന്തുകൊണ്ടാണ് ഇതൊക്കെ നമുക്ക് അങ്ങനെ വിശകലനം ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഒന്ന്, തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് സമയമേ. തിങ്കളാഴ്ചയാണ് നോമിനേഷൻ കൊടുക്കേണ്ടതായിട്ടുള്ള അവസാന ദിവസം എന്ന് പറയാം. ഇന്ന് പലരും കൊടുത്തു കഴിഞ്ഞു, നാളെ കൊടുക്കാൻ പറ്റില്ല. പിന്നെ തിങ്കളാഴ്ച ഒറ്റ ദിവസത്തിൽ എല്ലാവർക്കും തന്നെ നോമിനേഷൻ കൊടുത്ത് തീർക്കേണ്ടതായിട്ട്. ഈ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് ഫീൽഡിൽ പോയി നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ സിറ്റിംഗ് MLAമാരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമല്ല. കാരണം അവർ നിരന്തരമായിട്ട് ജനങ്ങളുമായി ബന്ധം സ്ഥാപിച്ച് ഫീൽഡിൽ തന്നെ നിൽക്കുന്നവരാണ്. അവർക്ക് പ്രത്യേകിച്ചൊരു ഇൻട്രൊഡക്ഷനൊന്നും ആവശ്യമില്ല. പക്ഷേ അവരുമായി മത്സരിക്കാൻ പോകുന്ന മറ്റ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സ്ഥിതി അതല്ല. അവർക്ക് ഓരോ വോട്ടറും കണ്ട് സംസാരിക്കേണ്ടത് ആവശ്യമാണ്. അതിനുള്ള സമയം, അതിനുള്ള ആമ്പിൾ ടൈം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനെ സമയമില്ലാത്ത ഈ സാഹചര്യത്തിൽ എങ്ങനെ തങ്ങൾക്ക് പ്രതികൂലമായിട്ടും നിഷേധാത്മകമായിട്ടും വരാൻ സാധ്യതയുള്ള ഘടകങ്ങളെ കൈകാര്യം ചെയ്യും എന്നത് പുതിയ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ഇപ്പോൾ സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം പുതിയ സ്ഥാനാർത്ഥിയല്ല, നേരത്തെ മത്സരിച്ച് ജയിച്ചാണ്, അതിക്കും മത്സരിച്ച് ജയിച്ചാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവിടെ കൂടുതൽ വർക്കൊന്നും അദ്ദേഹം ചെയ്തില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വോട്ടുകൾ അദ്ദേഹത്തിന് ശേഖരിക്കാനായിട്ട് കഴിയും. പക്ഷേ എങ്ങനെയാണ് കെ സുധാകരൻ്റെ അനുയായികൾ അദ്ദേഹത്തെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് ഇലക്ഷൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. അങ്ങനെ പേരാവൂർ എന്ന് പറയുന്നത് ഈ കെ സുധാകരൻ്റെ ഇമ്പാക്റ്റിൽ മാറിമറിയാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വിറങ്ങലിക്കാൻ സാധ്യതയുള്ള ഒരു നിയോജകമണ്ഡലമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ മാത്രമായിരിക്കില്ല സുധാകരൻ ഫാക്ടർ സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ളത്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുയായികളൊക്കെ പറയുന്നതനുസരിച്ച് 15 നിയോജക മണ്ഡലങ്ങളിലും എങ്കിലും അവർക്ക് ചെറുചലനങ്ങൾ നിർമ്മിക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. ഒരുപക്ഷേ നാളെയും മറ്റന്നാളും ഒക്കെ കഴിഞ്ഞു വരുന്ന ദിവസങ്ങളിൽ സുധാകരൻ്റെ ഈ ഇടർച്ചകളെ ഇണക്കമാക്കി മാറ്റാനായിട്ട് UDFന് കഴിഞ്ഞേക്കാം. അങ്ങനെ കഴിഞ്ഞാൽ അവർക്ക് ആ പരിക്കൊഴിവാക്കാനായിട്ട് കഴിയും. അല്ലെങ്കിൽ അതൊരു പരിക്കായി തീരുകയും അത് UDFൻ്റെ വിജയത്തെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാവുന്നതല്ല.